ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർലറിൻ്റെ അതേ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബക്കറ്റാണ്. ബക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിൻ എടുക്കുക. നമ്മുടെ കാല് അതിൽ മുക്കി വെക്കണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ബക്കറ്റ് അല്ലെങ്കിൽ ബേസിൻ എടുക്കാനായിട്ട്. ഇനി ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് കാല് മുങ്ങുന്ന രീതിയിൽ അത്രയും വെള്ളം നിറച്ച് കൊടുക്കുക. ഈ വെള്ളം എന്ന് പറയുന്നത് ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ. അതായത് ഒരുപാട് ചൂടും പാടില്ല, എന്നാൽ അത്യാവശ്യം ചൂടും ഉണ്ടാവണം. എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു പകുതി ലെമൺ സ്ക്യൂസ് ചെയ്ത് ആഡ് ചെയ്യുക. അതിനുശേഷം ഉപ്പ്, അതായത് ഒരു സ്പൂൺ 2 സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് ചെയ്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. സോഡാപ്പൊടി അല്ലെങ്കിൽ നമ്മൾ കോൾഗേറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് കോൾഗേറ്റ് ഇല്ലേ, അത് കുറച്ച് ആഡ് ചെയ്താലും മതിയാവും. എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഷാമ്പു ആണ്. ഷാമ്പു അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷും ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കാലുകൾ അതിൽ മുക്കി വയ്ക്കുക. ഇതന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കണ്ടിന്യൂ ആയിട്ട് നമ്മളിങ്ങനെ മുക്കി വയ്ക്കുക. ഇതിനിടയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഈ കാലുകളൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പെഡിക്യൂർ ബ്രഷാണ്. ഈ ഒരു ബ്രഷ് വന്നിട്ട് നമുക്ക് ഓൺലൈനിലാണെങ്കിലും അതുപോലെ തന്നെ അടുത്തുള്ള എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ്. എന്നിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാലുകളെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലെ ബാക്ക് സൈഡിൽ തന്നെ പ്യൂബിക് സ്റ്റോൺ ഉണ്ട്. പ്യൂബിക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കല്ല് പോലെ കേട്ടോ. ഈ കല്ല് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഉപ്പൂറ്റി ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡെഡ് സ്കിന്നെല്ലാം പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഈ നമ്മൾ ആദ്യം എടുത്ത ലെമൺ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ആ ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു തോലുണ്ടല്ലോ ആ ലെമണിൻ്റെ, അത് വെച്ചിട്ട് നമ്മുടെ നഖങ്ങളെല്ലാം ക്ലീൻ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നഖങ്ങളിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. 2 കാലിലും ഈ ഫുൾ നഖങ്ങളിൽ ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിൽസ് എല്ലാം ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സോക്കിങ്, അതിന് മുന്നേ ആയിട്ട് തന്നെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ സോക്ക് ചെയ്യാൻ പാടുള്ളൂ. സോക്ക് ചെയ്ത ശേഷം ഇതുപോലെ നെയിൽസ് എല്ലാം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. ഈ സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 5 സ്പൂണോളം അരിപ്പൊടിയാണ്. 5 സ്പൂണോളം അരിപ്പൊടി ഞാൻ എൻ്റെ കാലിൻ്റെ ഒരു അളവിനനുസരിച്ചും എനിക്ക് വേണ്ട എമൗണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് അനുസരിച്ച് എടുക്കുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ളത് പൊട്ടറ്റോ ജ്യൂസാണ്. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ജ്യൂസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്കത് തികയാതെ വന്നു കഴിഞ്ഞാൽ മിക്സിങ് കുറച്ചും കൂടി ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് അല്ലെങ്കിൽ 1.5 സ്പൂൺ, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് പാൽ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ പാൽ തന്നെ ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് റോസ് വാട്ടറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും ഇതുപോലെ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു നാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളിയുടെ ഒരു തൊലിയാണെങ്കിലും അത് മതിയാവും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കാലിലെല്ലാം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അഥവാ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ വെള്ളമാക്കിയ ശേഷം ഇതുപോലെ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ
ഈ ഒരു സ്ക്രബ്ബ് പറയും നമ്മൾ കാലുകളിലെല്ലാം തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. സ്ക്രബ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെയിൽസിലുള്ള ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ നെയിൽ കട്ടേഴ്സിലുള്ള ഇതുപോലെ ഇങ്ങനെ ഷാർപ്പായിട്ട് പോയിൻറ്റഡ് ആയിട്ട് ക്യൂട്ടിക്കൽ പുഷേഴ്സ് ഉണ്ടാവും നെയിൽ കട്ടേഴ്സിൽ തന്നെ. അത് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്യൂട്ടിക്കൽ പുഷർ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാണെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും. അതുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നഖം വെച്ചിട്ട് തന്നെ ഇതുപോലെ ഡെഡ് സ്കിൻസ് എല്ലാം തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നഖം വെച്ച് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, കാരണം പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നെയിൽസിൽ ആ ഒരു ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്കാണ്. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തത്, 5 സ്പൂണാണ് ഞാൻ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5 സ്പൂണോളം കടലമാവ് എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 2-2.5 സ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തരിതരിപ്പില്ലാതെ ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഈ കടലമാവിലൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചിട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ നൈസായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു 2 സ്പൂണോളം തേനാണ്. നമ്മൾ തേൻ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, തേൻ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കടലമാവ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡ്രൈ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ തേൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. വെളിച്ചെണ്ണ നമ്മുടെ കാലുകളെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതും ഒരു 2 സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് ഒന്നും കൂടി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/2 ഗ്ലാസോളം വെള്ളമാണ് നമുക്കൊരു 5 സ്പൂണിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. കണ്ടോ, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണത് വേണ്ടത്. ശരിക്കും ഒരു പാക്ക് പോലെ ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ കാലുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. കോഫി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും വൈറ്റൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതൊരു പാക്കിൻ്റെ രൂപത്തിൽ നമ്മൾ കാലിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ കുറച്ചും കൂടി ബ്രൈറ്ററായിട്ട് ഇരിക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ കാലുകളിൽ ഫുള്ളായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്, അതായത് ഇത് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു മെഹന്തിൻ്റെ കളർ, അതായത് മൈലാഞ്ചിൻ്റെ കളറായിരിക്കും ഉണ്ടാകുന്നത്. എന്നിട്ട് ഇതൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളമാക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പാക്കിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബോഡി ലോഷനാണ്, അതായത് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ആണെങ്കിലും ഒലീവ് ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല, അത് നമ്മുടെ കാലിലാക്കിയിട്ട് നല്ല പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പെഡിക്യൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പെഡിക്യൂറാണിത്. അപ്പോൾ ഇതിന് ശേഷമുള്ള അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിൽ പോളിഷ് ഇടുക എന്നുള്ളതാണ്. അത് എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ നെയിൽ പോളിഷ് ഇടാവുന്നതാണ്. അതിന് മുന്നേ ആയിട്ട് ഒരു നെയിൽ കോട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് കുറച്ചും കൂടി കാലം അങ്ങനെ നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.